ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ 40 ഇഞ്ച് വണ്ണമുള്ള ഒരു ഷർട്ടിൻ്റെ കട്ടിങ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊരാൾ കമൻറ്റിലൂടെ ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു 40 ഇഞ്ച് വണ്ണമുള്ള ഒരു ഷർട്ടിൻ്റെ കട്ടിങ് കാണിക്കണമെന്ന്. അപ്പോൾ ഇത് 40 ഇഞ്ച് വണ്ണമുള്ള ഹാഫ് സ്ലീവായ ഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ തുണിക്ക് ഡബിൾ സൈഡാണ്, അതായത് നല്ല വശവും ചീത്ത വശവും, അങ്ങനെ രണ്ട് വശമുണ്ട്. അപ്പോൾ അതിൽ ചീത്ത വശമാണ് ഞാൻ ഈ മുകളിലിട്ടേക്കണം. ഇങ്ങനെ മടക്കി ചീത്ത വശം മുകളിൽ വരത്തക്ക വേണം മടക്കിയിട്ടേക്ക് വേണം. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്കെയിൽ 1.25 ഇഞ്ചാണ്. അപ്പോൾ ഈ സ്കെയിൽ 1.25 ഇഞ്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ബട്ടൺ പടിയാണ്. ബട്ടൺ പടിക്ക് നമ്മളിങ്ങനെ ഈ തേര് കണ്ടിച്ച് കളയും. ഈ തേര് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം 1.25 ഇഞ്ചുണ്ട്. ആ 1.25 ഇഞ്ചിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കും. അപ്പോൾ 1/2 ഇഞ്ചും പോയിൻറ്റും വീതിയുള്ള ബട്ടൺ വയ്ക്കാനുള്ള പടി കിട്ടും. അപ്പോൾ ഈ ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പടിക്ക് രണ്ടും ഒരേ വീതിക്കല്ല മടക്കണേ. ബട്ടൺ വയ്ക്കാനുള്ള പടിക്ക് നമ്മൾ ഈ തേര് കഴിച്ചിട്ട് 1.25 ഇഞ്ചും, പടി ഒട്ടിക്കാനുള്ള സ്പ്രേ ഒട്ടിക്കാനുള്ളതിന് നമ്മൾ 2.25 ഇഞ്ചും. ഈ വിധത്തിൽ നമ്മൾ കയറ്റി ഇറക്കി തുണി ഇട്ടിട്ടാണ് കട്ടിങ് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇതിന് അകോമുറമുള്ളതാണ്, അതുകൊണ്ട് അകം പുറത്തേക്ക് മടക്കിക്കൊണ്ടാണ് തയ്ക്കുന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 35 ഇഞ്ച് വീതിയുള്ളൂ. 35 ഇഞ്ചുള്ള വീതിയുള്ള തുണിയാണ് ഇത്. 40 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് തയ്ക്കുവാൻ ഇത് 2 മീറ്റർ തുണി വേണം. 40 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് 28 ഇഞ്ച് ഇറക്കമുള്ള ഈ ഷർട്ട് തയ്ക്കേണ്ടതിന് നമുക്ക് 2 മീറ്റർ തുണി വേണം. അപ്പോൾ 40 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് തയ്ക്കാൻ എത്ര തുണി വേണമെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ ഇത് 35 ഇഞ്ച് വണ്ണമുള്ളതായതുകൊണ്ടാണ് 35 ഇഞ്ച് വീതിയാണ് തുണിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് 2 മീറ്റർ ആവശ്യം വന്നത്. നേരെ മറിച്ച് ഇത് 44 ഇഞ്ചോ 50 ഇഞ്ചോ 60 ഇഞ്ചോ ഒക്കെ വീതി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തുണിയുടെ അളവ് കുറഞ്ഞു വരും. ഇപ്പോൾ 44 ഇഞ്ച് വീതി ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു 1.5 മീറ്റർ എടുത്താൽ മതി. ഹാഫ് കൈക്ക് 40 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് ഹാഫ് കൈക്ക് 1.5 മീറ്റർ എടുത്താൽ മതി. 50 ഇഞ്ച് വണ്ണമുള്ള തുണിയാണെങ്കിൽ 40 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് ഹാഫ് കൈക്ക് നമ്മൾ 1.40 എടുത്താൽ മതി. അപ്പോൾ 60 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ നമ്മൾ ഈ 1.40 തന്നെ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കം കഴിച്ച് നമുക്ക് കൈയുടെ നീളം കൂടി കണക്കൂട്ടിക്കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 36 ഇഞ്ച് വീതി ഉള്ളതാണ്, അല്ലെങ്കിൽ 35 ഇഞ്ച് വീതി ഉള്ളതാണെങ്കിൽ മാത്രം 2 മീറ്റർ വേണം. 40 ഇഞ്ചിന് മുകളിൽ 44, 50, 60 ഒക്കെ വീതി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തുണിയുടെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ തുണിയുടെ അളവ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് പിന്നീടൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം, അതിൽ ഞാൻ കണക്ക് പറയാം. ഇപ്പോൾ ഞാനിത് കട്ടിങ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ തേര് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ 1.25 ഇഞ്ച് പടി മാർക്ക് ചെയ്യണം. അപ്പോൾ തേര് നമ്മൾ മുറിച്ച് കളയാനുള്ളതാണ് കേട്ടോ. അകത്താണ് മാർക്ക് ചെയ്യുന്നത്. 1.25 ഇഞ്ചിന് ബട്ടൺ വയ്ക്കാനുള്ള പടിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1.25 ഇഞ്ചുണ്ട്. ഇതിനകത്ത് നമ്മൾ തേര് മുറിച്ച് കളയും. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന തുണിക്ക് 2.25 ഇഞ്ചുണ്ട്. അത് തേര് കഴിഞ്ഞിട്ട് കേട്ടോ, അവിടെയും തേര് നമ്മൾ മുറിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് 2.25 ഇഞ്ചുണ്ട്. അപ്പോൾ 2.25 ഇഞ്ച് അടിയിലത്തെ പടിക്കും 1.25 ഇഞ്ച് മുകളിലത്തെ പടിക്കും. അപ്പോൾ തേര് കഴിഞ്ഞിട്ട് അടിയിലത്തെ പടി 2.25 ഇഞ്ചുണ്ട്, മുകളിലത്തെ പടി തേര് കഴിഞ്ഞിട്ട് 1.25 ഇഞ്ചുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മടക്കിയിടുന്നത്. അതിനുശേഷം നമ്മളിനി ചെയ്യണത്, ഇതിൻ്റെ അടിവശം നമ്മളൊന്ന് നേരെ, അതായത് ഈ തുണി കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മുറിച്ച് തരുന്നതൊന്നും നേരെയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കണം. ഇതൊന്ന് വരച്ചു. അതിനുശേഷം ഈ ഷർട്ടിൻ്റെ ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. താഴെ ഷേപ്പ് അടിക്കാനായിട്ട് നമ്മൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പം 3/4ഉം 1/2ഉം 1.25 ഇഞ്ച് നമ്മൾ രണ്ടറ്റത്തും കൂടി തയ്യൽ തുമ്പ് കൊടുക്കണം. ഷേപ്പ് ഉള്ളതാണെങ്കിൽ. നേരെ വെട്ടുന്നതാണെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ ഇത് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരയ്ക്കുകയാണ് കേട്ടോ. 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരയ്ക്കുകയാണ്.
ഇനി ഈ 1.25 ഇഞ്ച് തയ്യത്തുമ്പിന് വേണ്ടി വരച്ച ആ ലൈനിൽ നിന്ന് നമ്മളുടെ മേളിലൊക്കെ ഇതിൻ്റെ ഇറക്കം വർക്ക് ചെയ്യും. ഇതിൻ്റെ വിറക്കം എന്ന് പറയുന്നത് 28 ഇഞ്ചാണ്. 28 ഇഞ്ച് ഇതിന് ഇറക്കമുണ്ട്. അപ്പോൾ ആ 28 ഇഞ്ച് ഞാനിവിടെ മുകളിൽ മാർക്ക് ചെയ്തു. 28 ഇഞ്ച്. ഇനി മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൈക്കുഴിയാണ്. ഇതിൻ്റെ കൈക്കുഴി എന്ന് പറഞ്ഞാൽ ആം ഹോൾ മാർക്ക് ചെയ്യാനുള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 നിന്ന് ഏതളവിലുള്ള ഷർട്ടും ആ കണക്കനുസരിച്ച് ചെയ്യാം. ലേഡീസിൻ്റെ ഷർട്ടല്ല, ജെൻസിൻ്റെ ഷർട്ട്. ജെൻസിൻ്റെ ഷർട്ട് ഏതളവിലുള്ള ഷർട്ടാണെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് വണ്ണത്തിൻ്റെ 4/1 നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 9.25 ഇഞ്ച്. ഈ 9.25 ഇഞ്ചാണ് ഇതിൻ്റെ കൈക്കുഴിയുടെ ഇറക്കം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ വീതിയുമാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തെന്ന് പറയുന്നത് 15.5 ഇഞ്ചാണ്. 15.5 ഇഞ്ച് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കഴുത്തിൻ്റെ ഇറക്കത്തിൻ്റെ മാർക്ക് നമ്മൾ നേരെ ഒന്ന് വരയ്ക്കണം. എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ ലൈൻ. അപ്പോൾ ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, വലത്തോട്ട്, അതായത് ഈ ലൈനിൽ നിന്ന് വലത്തോട്ട് നമ്മൾ കഴുത്തിൻ്റെ 5/1 മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്ത് 15.5 ഇഞ്ചാണ്. 15.5 ഇഞ്ച് തികയത്തില്ല, 15.25. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ 5/1 എന്ന് പറയുന്നത് ഏകദേശം 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ആവശ്യം വന്നാൽ നമുക്കൊരു പോയിൻ്റ് രണ്ടാമത് ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൻ്റെ വലത്തോട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്തിൻ്റെ 5/1 വലത്തോട്ട്. കഴുത്ത് 15 ഇഞ്ച്, അതിൻ്റെ 5/1 വലത്തോട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 6/1 താഴേക്ക്. 6/1 താഴേക്കെന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ കഴുത്തിൻ്റെ 5/1 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതായത് ഈ 3 ഇഞ്ച്, ആ 3 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് താഴേക്ക് ഇട്ടാൽ മതി. അത് 6/1 ആയിരിക്കും. അതായത് വലത്തോട്ട് ഈ വീതി മാർക്ക് ചെയ്തതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് നമ്മൾ മാർക്ക് ചെയ്താൽ അതിൻ്റെ 6/1 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 6/1 എന്നുള്ള കണക്ക് നമുക്ക് ഓർമ്മയിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് മാർക്ക് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. വലത്തോട്ട് മാർക്ക് ചെയ്യുന്നത് എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളിനി ആ ലൈൻ രണ്ടും നമ്മൾ ഒന്ന് വരയ്ക്കണം. അപ്പോൾ ആ കഴുത്തിൻ്റെ ലൈൻ ഇങ്ങനെ താഴോട്ടുള്ള ലൈൻ ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കുവാണ്. കഴുത്തിൻ്റെ താഴോട്ടുള്ള ലൈൻ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഈ വലത്തോട്ടുള്ള ലൈൻ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ വീതിക്കുള്ള ലൈനും ഞാനൊന്ന് വരച്ചു. ഇനി നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ കൈക്കുഴിയുടെ ലൈൻ കൂടി ഞാനൊന്ന് വരയ്ക്കാം. കൈക്കുഴി വണ്ണത്തിൻ്റെ 4/1 നിന്ന് 3/4 ഇഞ്ച് കുറച്ച്, ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നിന്ന് 3/4 ഇഞ്ച് കുറച്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ പകുതിയാണ്. ഷോൾഡർ എന്ന് പറയുന്നത് 19 ഇഞ്ച്, അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 9.5 ഇഞ്ച്. അപ്പോൾ 9.5 ഇഞ്ച് ഞാനിവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്തു. ആ 9.5 ഇഞ്ച് തന്നെ ഞാൻ താഴത്തെ ലൈനിൽ, അതായത് നമ്മൾ കൈക്കുഴിയുടെ ലൈനിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തു. അതിനുശേഷം ആ 2 ലൈനും തമ്മിൽ ഞാനൊന്ന് ബന്ധിപ്പിക്കുകയാണ്. അപ്പോൾ കൈക്കുഴിയുടെ ആ ലൈനിൽ നമ്മൾ ഷോൾഡറിൻ്റെ മാർക്ക് കറക്റ്റ് ചെയ്ത് 2 ലൈനും കൂടെ ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കാനുള്ള കണക്കെന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ 10/1. അപ്പോൾ ഷോൾഡർ 19.5 ഇഞ്ചാണ്. 19.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഇഞ്ചിന് 1/2 ഇഞ്ച് കുറവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് താത്തി, അതായത് 20ൻ്റെ 10/1 എന്ന് പറയുന്നത് 2 ഇഞ്ച്. അപ്പോൾ ആ 2 ഇഞ്ച് നമ്മൾ താഴ്ത്തി കൊടുക്കുകയാണ്. ഇതാണ് ഷോൾഡറിൻ്റെ സ്ലോപ്പ്, ഷോൾ പറയുന്നത്.
ഇനി അതല്ലെങ്കിൽ മറ്റൊരു കണക്കെന്ന് പറയുന്നത്, നമ്മുടെ ഈ കഴുത്തിൻ്റെ അടിയിലത്തെ ലൈനുണ്ടല്ലോ, ഈ കഴുത്തിൻ്റെ ഈ അടിയിലത്തെ ലൈൻ, ഈ ലൈനിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി വരച്ചാൽ മതി. കഴുത്തിൻ്റെ അടിയിലത്തെ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയാൽ നമുക്കതാണ് ഷോൾഡർ സ്ലോപ്പ്. അപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ 2 മാർഗമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഷോൾഡറിൻ്റെ 10-1 താഴേക്ക് ഇറക്കുക, അതല്ലെങ്കിൽ കഴുത്തിൻ്റെ അടിവശത്തെ വരയിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റുക. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കാം. അപ്പോൾ അത് എല്ലാ ഷർട്ടിനും അതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തു. ഇനി നമുക്കിവിടെ കഴുത്തിന് ഷേപ്പ് ആ സ്കെയിൽ കൊണ്ട് വരയ്ക്കാം. ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് കഴുത്തിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ കർവ് വെച്ച് നമുക്കതിന് കഴുത്തിന് ഷേപ്പ് കൊടുക്കാം. അതാണ് കഴുത്തിൻ്റെ ഷേപ്പ്. ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ആ ലൈനിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പടിക്കുള്ള മാർക്കിൽ നിന്ന് ചെസ്റ്റിൻ്റെ അളവിനോട് നമ്മൾ 8 ഇഞ്ച് ലൂസ് കൂട്ടുക. അതായത് ഒരു മീഡിയം ലൂസ് ഷർട്ടാണിത്. മീഡിയം ലൂസ് ഷർട്ട് ആയതുകൊണ്ട് നമ്മൾ 8 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി. നല്ല ലൂസ് വേണമെന്ന് പറയുവാണെങ്കിൽ 10 ഇഞ്ച് കൂട്ടാം. അതിൽ കൂടുതൽ ലൂസ് വേണമെന്ന് പറഞ്ഞെങ്കിൽ 12 ഇഞ്ച് കൂട്ടാം. ടൈറ്റ് ഷർട്ട് മതി എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് കൂട്ടാം. അതായത് 40-നോട് 6 ഇഞ്ച് കൂട്ടിയാൽ ടൈറ്റ് ഷർട്ട് കിട്ടും. 40-നോട് 8 ഇഞ്ച് കൂട്ടിയാൽ മീഡിയം ലൂസ് കിട്ടും. 40-നോട് 10 ഇഞ്ച് കൂട്ടിയാൽ ലൂസുള്ള ഷർട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ്. അപ്പം മീഡിയം ലൂസ് മതി എന്നുള്ളത് കൊണ്ട് 40-നോട് നമ്മൾ 8 ഇഞ്ച് ലൂസ് കൂട്ടി. ടൈറ്റ് ഷർട്ട് ആണെങ്കിൽ നമ്മൾ 6 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ മതി. അപ്പം 40-നോട് 8 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 48 കിട്ടി. 48-ൻ്റെ 4-1 എന്ന് പറയണത് 12 അപ്പോൾ ആ 12 ഞാനിവിടെ ഈ ലൈനിലും ആ ചെസ്റ്റിൻ്റെ കൈക്കുഴിയുടെ അടിവശം മാർക്ക് ചെയ്ത ലൈനിലെ ടേപ്പ് വെച്ചു 12. അതിനുശേഷം ഞാൻ 12 മാർക്ക് ചെയ്തു. 12 ഞാനിവിടെ ആ ലൈനിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പുകൾ മാർക്ക് ചെയ്യുകയാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പുകൾ മാർക്ക് ചെയ്തു. അപ്പോൾ 8 ഇഞ്ച് 40-നോട് 8 ഇഞ്ച് ലൂസ് കൂട്ടി അതിൻ്റെ 4-1 മാർക്ക് ചെയ്തു. അതിനുശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴിയുടെ ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിൽ നിന്ന് നമ്മളൊരു 3/4 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റണം. 3/4 ഇഞ്ച് നമ്മൾ ആ കോർണറിൽ നിന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് ആ ലൈനിലേക്ക് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റില്ലേ, ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ആ 3/4 ഇഞ്ച് മാറ്റി വരച്ചതിലേക്ക്, 3/4 ഇഞ്ച് മാറ്റി വരച്ച ഈ ലൈനുണ്ടല്ലോ ആ പോയിൻറ്റിലേക്ക് ഈ പോയിൻറ്റിൽ വെച്ചതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്കെയിൽ കൊണ്ട് നമ്മൾ ലൈൻ വരയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം നമ്മളതിന് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ ഈ വരയുടെ സെൻറ്റർ നമ്മൾ കണ്ടിട്ട് അവിടെ നമ്മൾ സ്കെയിൽ വയ്ക്കുക. ആ സ്കെയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലൗസിന് സ്കെയിൽ വയ്ക്കുന്ന പോലെയല്ല വയ്ക്കുന്നത്. ഷർട്ടിന് സ്കെയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഈ ലൈനിലേക്ക്, ഈ കോർണർ കണ്ടോ, ഈ കോർണറിലേക്ക് നമ്മളിങ്ങനെ മുട്ടിച്ച് വെക്കണം. ബ്ലൗസിന് വയ്ക്കുമ്പോൾ നമ്മൾ ഈ കോർണറിലേക്ക് മുട്ടിക്കുന്നില്ല, ഈ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് അകത്തിയാണ് വയ്ക്കണം. പക്ഷേ ഷർട്ടിന് വയ്ക്കുമ്പോൾ നമ്മൾ ഈ കോർണറിലേക്ക് ചേർത്താണ് വയ്ക്കണം. ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് അതിൻ്റെ കൈക്കുഴി. സോ ഇവിടെ 4 ഇഞ്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 9.25 ഇഞ്ച് മതിയായിരുന്നു. അതിന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തിരുത്തി വരയ്ക്കുകയാണ്. അപ്പോൾ 4 ഇഞ്ച് കൂടെ മുകളിൽ കയറ്റിയാണ് ഞാൻ വരയ്ക്കണം. ഞാനത് 9.5 ഇഞ്ചിന് 9.25 ഇഞ്ചിന് പകരം 9.5 ഇഞ്ച് വരച്ചു. അപ്പോൾ ഇതാണ് കൈക്കുഴി എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്, മുകളിൽ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് വയർ വണ്ണവും അടിവണ്ണവുമാണ്. ഇനി ഇതിന് വയർ വണ്ണം മാർക്ക് ചെയ്യാനുള്ള ലൈൻ നമ്മളിങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാമോ? ഇത് ഇറക്കത്തിന് വേണ്ടി നമ്മൾ വരച്ച അടിയിലത്തെ ലൈനാണിത്. ഇത് നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി വരച്ച ലൈനാണ്. അപ്പോൾ കൈക്കുഴിക്ക് വേണ്ടി വരച്ച ലൈനും ഇറക്കത്തിന് വേണ്ടി വരച്ച ലൈനും തമ്മിലുള്ള അകലം അളന്ന് നോക്കണം. അങ്ങനെ അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് 18 ഇഞ്ചുണ്ട്. ആ 18 ഇഞ്ചിൻ്റെ പകുതി കാണണം. പകുതി എന്ന് പറയുന്നത് 9.25 ഇഞ്ച്. അതിൻ്റെ പകുതി 9.25 ഇഞ്ച്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച്, അതായത് 8.25 ഇഞ്ച്. ആ 8.25 ഇഞ്ചിലാണ് നമ്മൾ വയർ വണ്ണം മാർക്ക് ചെയ്യാനുള്ള ലൈൻ വരയ്ക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കൈക്കുഴിയുടെ അടിയിലത്തെ ലൈനിൽ നിന്ന് ബോട്ടത്തിൻ്റെ അടിവശം മടക്കി അടിക്കാൻ വേണ്ടി വരച്ച ലൈനിലേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് നമ്മൾ വയർ വണ്ണം മാർക്ക് ചെയ്യാനുള്ള ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വയർ വണ്ണം മാർക്ക് ചെയ്യുകയാണ്. വയർ വണ്ണം എന്ന് പറയുന്നത് 39 ഇഞ്ചാണ്. അപ്പോൾ 39ൻ്റെ കൂടെ നമ്മൾ 8 ഇഞ്ച് കൂട്ടുന്നു. അപ്പം 47 ഇഞ്ച്. 47നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 11.25. അതിനോട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടും. അങ്ങനെ 12.25 ഇഞ്ച്. അപ്പോൾ 12.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ചെസ്റ്റിന് മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ നമ്മൾ ഈ വേസ്റ്റിനും കൊടുക്കാം, അതായത് അടിവശത്തെ ബോട്ടത്തിനും കൊടുക്കാം. അപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഒരേ അളവിൽ മാർക്ക് ചെയ്യുക. അതായത് ഇത് 12.25 പോയിൻ്റുമാണിത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇനി ഇത് ഷേപ്പ് വരയ്ക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഷേപ്പ് വരച്ചിട്ട് നമുക്ക് ബോട്ടത്തിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചു. ഇനി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിയിൽ നമ്മൾ തയ്യൽ തുമ്പുണ്ടല്ലോ, ഇങ്ങനെ തയ്യൽ തുമ്പിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച്, ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ തുമ്പിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മുകളിൽ കയറ്റി വരയ്ക്കണം. 2 ഇഞ്ച്. അവിടെ നിന്നാണ് നമ്മൾ ഷർട്ടിൻ്റെ ബോട്ടത്തിന് ഷേപ്പ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് മെഷർമെൻറ്റ് ഞാൻ വരച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് അടിയിൽ ആ തുണി ലെവൽ ചെയ്യാനുള്ള അതങ്ങ് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കതിൻ്റെ ഷേപ്പ് എടുത്ത് കളയാം. അടിവശം അടിക്കാനുള്ള ഷേപ്പാട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിവശം നമ്മൾ ഷേപ്പ് ചെയ്തു. അങ്ങനെ ഫ്രണ്ട് പീസ് പൂർണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്കാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്കാണ്. ബാക്കി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പീസിൻ്റെ വീതി എത്രയാണോ, അതായത് ഫ്രണ്ട് പീസിൻ്റെ വീതി ഉണ്ടല്ലോ, ഈ വീതി നമ്മൾ 12.5 ഇഞ്ച് എടുത്തത്. ഫ്രണ്ട് പീസിൻ്റെ വീതി 12.5 ഇഞ്ച്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് കുറച്ച് തുണി ഇങ്ങനെ മടക്കിയിടണം. ഇങ്ങനെ രണ്ടായിട്ട് തുണി മടക്കിയിടുമ്പോൾ ഫ്രണ്ട് പീസിൻ്റെ വീതിയിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് 12.5 ഇഞ്ചായിരുന്നു. അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ചപ്പോൾ 11.25 ഇഞ്ച്.
അപ്പോൾ 11.25 ഇഞ്ച് നമ്മൾ ഈ ഇവിടുന്ന് 11.25 ഇഞ്ച് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വേണം തുണിയിടാൻ. അതായത് ഫ്രണ്ട് പീസിൻ്റെ വീതിയിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് നമ്മൾ തുണി ഇങ്ങനെ രണ്ടായി മടക്കിയിടണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി മുറിക്കുന്നത്. അപ്പോൾ ആ 3/4 ഇഞ്ച് നമ്മൾ ഈ ബാക്കി പീസിൽ നിന്ന് 3/4 ഇഞ്ച് പുറത്തേക്ക് ഫ്രണ്ട് പീസ് തള്ളി നിൽക്കണം. ബാക്കി പീസിൽ നിന്ന് 3/4 ഇഞ്ച് ഫ്രണ്ട് പീസ് പുറത്തേക്ക് തള്ളി നിൽക്കണം. അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ വരച്ചേക്കണ ഈ പടിയുടെ ലൈനിൽ നിന്ന് 3/4 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. മുകളിൽ നമ്മൾ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മളൊരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് നമ്മൾ പുറത്തേക്ക് വലിച്ചു വെച്ചാൽ മതി. ആ മാർക്ക് ഈ തുണിയുടെ എൻഡിൽ നിൽക്കത്തക്ക വേണം. കണ്ടോ, താഴെ ഈ മാർക്ക്, ഈ 3/4 ഇഞ്ച് മാർക്ക് ഈ തുണിയുടെ എൻഡിൽ നിൽക്കത്തക്ക വേണം. ഇതിങ്ങനെ കണ്ടോ, ഈ മാർക്ക് തുണിയുടെ എൻഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വയ്ക്കുക. അതുപോലെ തന്നെ ബോളിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് ഈ 3/4 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 3/4 ഇഞ്ചിൻ്റെ മാർക്ക് ഇവിടെ ഈ തുണിയുടെ എൻഡിൽ വേണം. ഈ തുണിയുടെ എൻഡിൽ അങ്ങനെ 2 മാർക്കും കറക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് വേണം ബാക്കി പീസ് മാർക്ക് ചെയ്യാൻ. കണ്ടോ, അപ്പോൾ ഫ്രണ്ട് പീസ് ബാക്കി പീസിൽ നിന്ന് 3/4 ഇഞ്ച് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3/4 ഇഞ്ച് തള്ളിയിട്ട് താഴെ വെച്ചു. അതുപോലെ തന്നെ 3/4 ഇഞ്ച് തള്ളിയിട്ട് നമ്മൾ മുകളിലും വെച്ചു. അതിനുശേഷം വേണം നമ്മളിനി ഈ ബാക്കി പീസ് മാർക്ക് ചെയ്യാനായിട്ട്. ബാക്കി പീസ് മാർക്ക് ചെയ്യാനുള്ള കണക്കെന്ന് പറയുന്നത്, നമ്മൾ ഈ കഴുത്തിന് വേണ്ടി വരച്ച ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിൽ നിന്ന് നമ്മൾ ഷോൾഡർ സ്ട്രോപ്പ് കൊടുത്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ഇതുണ്ടോ ഈ പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ ലെവലിൽ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. അതായത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് കയറ്റി കൊടുത്തത്. ആ 1/2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കണം. ഉണ്ടോ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ അത്രയും താഴ്ത്തി വേണം നമ്മൾ ഈ ബാക്കിൻ്റെ മൂട് വശം വരയ്ക്കാം. എന്നിട്ട് അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി 9.5 ഇഞ്ചാണ്, അതിനോട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പോൾ 9.25 ഇഞ്ച്. അപ്പോൾ 9.25 ഇഞ്ചിൽ നമ്മൾ ബാക്കിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് ആം ഹോൾ വരയ്ക്കുകയാണ്, ബാക്കിയത്തെ ആം ഹോൾ. അപ്പോൾ ബാക്കിലത്തെ ആം ഹോൾ നമ്മൾ വരച്ചു. ഇതാണ് ബാക്കി പീസ് മാർക്ക് ചെയ്യാൻ ഇത്ര മാർക്കിംഗ് ഉള്ളൂ. ഫ്രണ്ടിന് മാർക്ക് ചെയ്തതുപോലെ നമുക്ക് ഒരുപാട് മാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ബാക്കി നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഈ 2 മാർക്കിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പീസ് കട്ട് ചെയ്യാം. ഈ സെൻറ്റർ നമ്മളിങ്ങനെ ഒന്ന് കത്രിക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാക്കി പീസും മാർക്ക് ചെയ്തു, കട്ട് ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്യാനുള്ള സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണി മടക്കിയിടുന്നത് ചീത്ത വശം മുകളിലേക്ക് തന്നെയാണ് ഇടുന്നത്. അകവും പുറമുള്ള തുണിയാണെങ്കിൽ അതിന് നമ്മൾ മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൈക്കുഴി വെട്ടിയത്, ഫ്രണ്ടിലെ കൈക്കുഴി വെട്ടിയത് എത്രയാണോ, അതായത് വണ്ണത്തിൻ്റെ 4 നിന്ന് 3/4 ഇഞ്ച് കുറച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ 9.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ കൈ വെട്ടുമ്പോൾ, അത് സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിടുമ്പോൾ
തുണി ഇങ്ങനെ മടക്കി ഇടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യം വണ്ണത്തിൻ്റെ 4/1 വീതിക്ക് നമ്മൾ തുണി മടക്കിയിടണം. അത് കൃത്യം ഇത് വണ്ണം 40 അതിൻ്റെ 4/1 പറഞ്ഞാൽ 10. അപ്പോൾ കൃത്യം 10 ഇഞ്ച് വീതിയിൽ നമ്മൾ തുണി ഇങ്ങനെ മടക്കിയിടണം. അങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം വേണം നമ്മൾ കൈക്ക് സ്ലീവിന് മാർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് മുകളിൽ നമ്മളിങ്ങനെ ഒന്ന് നേരെ ഒന്ന് വരയ്ക്കണം. നമ്മൾ വരച്ചു. അതിന് ശേഷം കൈയുടെ നീളം നമ്മൾ അടയാളപ്പെടുത്തണം. കൈയുടെ നീളം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനായിട്ടിട്ടു. അതിന് ശേഷം നമ്മളതൊന്ന് നേരെ വരയ്ക്കുക. അപ്പം മടക്കി അടിക്കാൻ 1.5 ഇഞ്ച് നമ്മളിട്ടു. അപ്പം മുകളിലെ വരയിൽ നിന്ന് നമ്മൾ ഇറക്കം വെച്ചു. ഇനി നമ്മൾക്ക് മുൻകൈയുടെ ലൂസ് 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 7.5 ഇഞ്ച് നമ്മൾ മുൻകൈയുടെ ലൂസ് മാർക്ക് ചെയ്തു. മുൻകൈയുടെ ലൂസ് 7.5 ഇഞ്ച്. 14 ഇഞ്ചാണ് വണ്ണം, അതിൻ്റെ പകുതി 7 ഇഞ്ച്, അതിനോട് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ചേർത്ത് തയ്യൽ തുമ്പി ചേർത്ത് 7.5 ഇഞ്ച്. ഇനി വണ്ണത്തിൻ്റെ 4/1 ആണ് നമ്മളിവിടെ തുണി വീതിക്ക് മടക്കിയിട്ടത്. വണ്ണത്തിൻ്റെ 4/1. അപ്പോൾ ആ 4/1 നമ്മളിങ്ങനെ നേരെ വന്ന് ലൈൻ വരയ്ക്കുകയാണ്. അതായത് 10 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അപ്പോൾ ആ 10 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ലൈനൊന്ന് നേരെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ കൈയുടെ ഈ ചെരിവ് അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഈ ഇറക്കം, ഹാൻഡ് വെട്ടുമ്പോൾ കൈ വെട്ടുമ്പോൾ ഈ കൈക്കുഴി എന്തോരം ഇറങ്ങണം എന്നുള്ളത്, കൈക്കുഴി ഇവിടെ നിന്ന് എന്തോരം ഇറങ്ങണം എന്നുള്ളതാണ് ഞാനിനി പറയുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ കണക്കെന്ന് പറയുന്നത്, ഇതെല്ലാ ഷർട്ടിനും ഈ കണക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ 10 ഇഞ്ച് വീതിക്കാണല്ലോ ഇത് മടക്കി ടേപ്പ് ഇങ്ങനെ വെച്ചേക്കണേ. ഇത് 10 ഇഞ്ച് വീതിക്കാണ് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഈ വരയിലുണ്ടല്ലോ, ഈ മുകളിലത്തെ ഈ വരയിലേക്ക് ടേപ്പ് നമ്മളിങ്ങനെ ചെരിച്ച് 11 ഇഞ്ച്, അതായത് ഇങ്ങനെ നേരെ 10 ഇഞ്ചാണ്, നമ്മൾ ചെരിച്ച് ഈ ലൈനിലേക്ക് 11 ഇഞ്ച് അങ്ങനെ വരത്തക്കണം 1 ഇഞ്ച് ചെരിച്ച് നമ്മളിങ്ങനെ ടേപ്പ് വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. അതിവിടെ 10 ഇഞ്ച്, ആ 10 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ടേപ്പ് ചെരിച്ച് ഈ ലൈനിൽ ഈ പോയിൻ്റിൽ കൊണ്ടുവന്ന് വയ്ക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ കൈയുടെ മാർക്ക്, ഈ മാർക്ക് നമ്മൾ ജോയിൻ്റ് കൊടുക്കണം. ഈ മാർക്കിലേക്ക് നമ്മളിങ്ങനെ സ്കെയിൽ കൊണ്ട് ബന്ധിപ്പിക്കുക. നമുക്ക് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കൈക്ക് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ ഷേപ്പ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ കൈയുടെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പ് നമ്മളൊരു ലേശം ചെരിച്ചു കൊടുക്കണം. ലേശം ഷേപ്പ് ഉള്ളിലേക്ക് ചെരിച്ചു കൊടുക്കണം. കറക്റ്റ് നേരെ കൊടുക്കരുത്, ലേശം ഷേപ്പ് ചെരിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പൊക്കിപ്പിടിക്കുക. ഇത് മൊത്തം കാണണം. മാർക്ക് ചെയ്യുമ്പോൾ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തു. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് ഇനി നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കൈ ഫ്രണ്ട് ഒന്ന് കുഴിച്ചെടുക്കണം. കുഴിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചെടുക്കാനായിട്ട് അല്പം ഷേപ്പ് കൊടുക്കണം.
അപ്പോൾ ഫ്രണ്ട് ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ കുഴിച്ച് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ കൈയുടെ സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, കൈക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോൾ, മുമ്പത്തെ കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് കൂടെ മാറി അവിടെ മുതലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കേണ്ടത് കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാറ്റി അവിടെ നിന്ന് നമ്മളിങ്ങനെ 1/4 ഇഞ്ച് നമ്മളിങ്ങനെ കൈ കുഴിച്ച് വെട്ടണം. ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് കൈ ആണ് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്രിക കൊണ്ട് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് നമ്മളൊരു പൊടിക്ക്, അതായത് ഒരു 1/4 ഇഞ്ച് പോയിൻ്റോളം നമ്മളിങ്ങനെ നേരെ എടുത്ത് കളയണം. അപ്പോൾ അത് തച്ച് വരുമ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 1/4 ഇഞ്ച് എടുത്ത് കളയണം. അപ്പോൾ ഇത് ഒരു സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ ഒരു സ്ലീവ് ഇത് വെച്ചിട്ട് ഒരേ സ്ലീവും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അതിന് പകരം ഞാനിങ്ങനെ ഷോൾഡർ പീസ് കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഷോൾഡർ പീസാണ്. അപ്പോൾ ഷോൾഡർ പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ തുണിയുടെ ചീത്ത വശം മുകളിലേക്കായിട്ട് ഇങ്ങനെ മടക്കിയിടണം. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ പകുതി എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയ അളവ് എത്രയാണോ അത് നമ്മളിവിടെ ആ വീതിക്ക് വേണം മടക്കിയിടാൻ. അപ്പോൾ ഷോൾഡർ 19 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 9.5 ഇഞ്ചാണ്. ആ 9.5 ഇഞ്ചിലൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് വീതിക്കാണ് നമ്മളിത് മടക്കിയിട്ടാക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ പീസ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ പകുതി, അതായത് 1/2 ഇഞ്ച്, അതിനോട് നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 9.25 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഷോൾഡറിൻ്റെ അടിവശം മാർക്ക് ചെയ്തു. നമ്മൾ ഷോൾഡറിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ വീതി എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 7/1. അപ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 7/1 ഞാനിവിടെ മാർക്ക് ചെയ്യണം. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ വീതി ചെസ്റ്റ് വണ്ണത്തിൻ്റെ 7/1 കേട്ടോ. ചെസ്റ്റ് വണ്ണത്തിൻ്റെ 7/1. അപ്പോൾ ആ വീതിക്ക് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് ഷോൾഡറിൻ്റെ വീതി. ഇനി നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ ലൈനിൽ, ഷോൾഡറിൻ്റെ ഈ ലൈനിൽ നമ്മൾ മുമ്പ് വലത്തോട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നേരെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേ മാർക്ക് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ച്, അപ്പോൾ 2 ഇഞ്ച്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അത് കഴുത്തിൻ്റെ വീതി, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തു. ആണ് കഴുത്തിൻ്റെ ഇറക്കം. ഷോൾഡറിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻ ഞാനിങ്ങനെ നീട്ടി വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പീസ് എടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രണ്ട് പീസ് എടുക്കുക. ഷർട്ടിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾട്ട് കട്ട് ചെയ്തേക്കണമുണ്ടല്ലോ, ഈ കഴുത്ത്, ഈ കഴുത്തിൻ്റെ ഈ പോയിൻ്റ് നമ്മൾ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ മാർക്കിൽ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കഴുത്ത് ഇറക്കി മാർക്ക് ചെയ്ത ഈ മാർക്കുണ്ട്, ലൈനുണ്ടല്ലോ, ആ ലൈനിൽ ഇത് ഇങ്ങനെ മുട്ടിച്ച് വയ്ക്കുക. ഇങ്ങനെ ഈ ലൈനിൽ നമ്മൾ, അതായത് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ലൈൻ, ആ ലൈനിൽ ഈ പോയിന്റിൽ നിന്ന് ആ ലൈനിൽ നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ പോയിന്റ് മുട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. അതാണ് ഷോൾഡറിൻ്റെ ചെരിവ്. ഷോൾഡർ പീസിന് നമ്മൾ കൊടുക്കുന്ന ചെരിവ് എന്ന് പറയുന്നത് അതാണ്. ആ ചെരിവ് ഫ്രണ്ട് പീസിൻ്റെ ചെരിവും ഷോൾഡർ പീസിൻ്റെ ചെരിവും ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉചിതമായ കാര്യം. അതിനുശേഷം ഈ സ്കെയിൽ കൊണ്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാം. സ്കെയിൽ കൊണ്ടും കൊടുക്കാം, സ്കെയിൽ ഇല്ലാതെയും കൊടുക്കാം. അപ്പോൾ നമുക്കുടെ എക്സ്പീരിയൻസിനനുസരിച്ച്
നമുക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് മാത്രം വരച്ചാൽ മതി, സ്കെയിൽ വേണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ പീസ് മുറിക്കുക. അപ്പോൾ ഷോൾഡർ പീസ് മുറിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വണ്ണത്തിൻ്റെ 7 ഷോൾഡറിൻ്റെ വീതി. ആ വീതി നമ്മൾ കഴുത്തിൻ്റെ വീതിയിൽ നിന്ന് 1 ഇഞ്ച് വീതി കുറച്ചാണ് കഴുത്തിലെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. കഴുത്ത് 3 ഇഞ്ചാണ്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 2 ഇഞ്ചിൽ നമ്മൾ താഴേക്ക് ഇറക്കി മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡറിൻ്റെ ചെരിവും ഈ ഷോൾഡർ പീസിൻ്റെ ഷോൾഡറിൻ്റെ ചെരിവും തമ്മിൽ ഒപ്പം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ പീസ് പിടിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ എൻഡിൽ തയ്യൽ തുമ്പ് കഴിച്ച്, അതായത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് പുറകോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കണം. ഇവിടുത്തെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് കഴിച്ചിട്ട് നമ്മൾ പുറകോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ പീസിൻ്റെ 2ൻ്റെ വീതി ഒപ്പമാണോ എന്ന് നമ്മൾ നോക്കണം. ഇതിങ്ങനെ ഒപ്പമാണോ എന്ന് നോക്കണം. ഒപ്പം അല്ലെങ്കിൽ അത് നമ്മൾ ഒപ്പമാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ കട്ടിങ് നമ്മൾ കഴിച്ചു. ഇനി ഇത്ര ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് സംശയങ്ങളോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഞാനിത് ഉദ്ദേശിച്ചത് സാധാരണ തയ്യലൊക്കെ അറിയാവുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു ധൈര്യം കൂടി ഷർട്ട് കട്ട് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാക്കി അത് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്. ബൈ.